ശബരിമല സ്ത്രീ പ്രവേശനവും സ്വർണ്ണക്കൊള്ളയും വീണ്ടും CPM-നെ വേട്ടയാടുകയാണ്. എന്നാൽ ഇത്തവണ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പാർട്ടിക്കിട്ട് കൊടുക്കുന്ന പണി അല്പം വെറൈറ്റിയാണ്. ഒരൊറ്റ പ്രസ് മീറ്റ് പോലും നടത്താതെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുകയാണ് പത്മകുമാർ. യുവതികൾ ശബരിമലയിൽ കയറിയ ആ ദിവസം സന്നിധാനത്ത് നിന്ന് പത്മകുമാറിനെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവ്വം മാറ്റി നിർത്തിയത് പാർട്ടിയിലെ ഒരു ഉന്നതനാണെന്നും സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം രേഖകളിൽ സ്വർണത്തിനു പകരം ചെമ്പെന്ന് പത്മകുമാറിനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി ചേർക്കുകയായിരുന്നു എന്നൊക്കെയാണ് പത്മകുമാറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ആത്മകഥ പത്മകുമാർ എഴുതുകയാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും പത്മകുമാർ ഒരു മാധ്യമത്തിന് മുന്നിലും നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് അധികം സംസാരിച്ചിട്ടില്ല. പത്മകുമാർ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരിട്ട് പറയാതെ ഇങ്ങനെ പരോക്ഷമായി വിവരങ്ങൾ ചോർത്തി നൽകുന്നതിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട്. നാളെയാണ് പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരുന്നത്. കേസിൽ പ്രതിയാണെന്ന് വെച്ച് ആരെയും മാറ്റി നിർത്തേണ്ട എന്ന് പ്രഖ്യാപിച്ചിരുന്ന പാർട്ടി സെക്രട്ടറി പോലും വമ്പൻ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. മുമ്പത്തെ പോലെയല്ല, കഴിഞ്ഞ 6 മാസം കൊണ്ട് ആശയപരമായി വലിയ മാറ്റമാണ് CPM-ന് ഉണ്ടായിരിക്കുന്നത്. പത്മകുമാറിന്റെ ഇതേ വിഷയത്തിൽ മുൻപ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞിരുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു, പറഞ്ഞതിന് മുമ്പും പറഞ്ഞു, ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഞങ്ങൾ കൈ ശുദ്ധമാണെന്നും ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇതായിരുന്നു പഴയലെ. അതായത് പത്മകുമാറിനെ കൈവിടില്ലെന്നായിരുന്നു പാർട്ടിയുടെ ഉറപ്പ്. പക്ഷേ വമ്പൻ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിക്കും സെക്രട്ടറിക്കും വലിയ പുനർചിന്തനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗോവിന്ദൻ മാഷിന്റെ നിലപാട് അത്തരത്തിലാണ്. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം. അതെ, നിലപാട് മാറിയ പാർട്ടി തന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ പത്മകുമാർ പാർട്ടിക്ക് കൊടുത്ത ഒരു ഉഗ്രൻ വാണിയാണ് ഈ ആത്മകഥാവിവാദം. ആ രഹസ്യങ്ങൾ പുറത്തു വന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പാർട്ടി നേരിട്ട് ഇടപെട്ടെന്ന ചിത്രം സൃഷ്ടിക്കപ്പെടും. അത് ഹൈന്ദവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകും. അത് പാർട്ടിക്ക് നന്നായി അറിയാം. തെറ്റിദ്ധരുത്തൽ രേഖകളുണ്ടാക്കി വിശ്വാസികളെ പാർട്ടിയോട് അടുപ്പിക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയത്ത് പുതിയ വിവാദങ്ങൾ ഉയർന്നു വന്നാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ നടപടിയെടുത്ത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ അദ്ദേഹം ഈ രഹസ്യങ്ങൾ മുഴുവൻ ആത്മകഥയിലൂടെയോ പത്രസമ്മേളനത്തിലൂടെയോ പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകാം. ഭീഷണി ഭയന്ന് നടപടി ഒഴിവാക്കിയാൽ പത്മകുമാറിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് പാർട്ടി വഴങ്ങിയെന്നും ഈ അഴിമതികളിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നുമുള്ള തോന്നൽ ജനങ്ങളിലുണ്ടാകാം. ഇത് അണികൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാകും. അപ്പോൾ നാളെ ഈ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങി പാർട്ടി നടപടികൾ ഒഴിവാക്കുമോ, അതോ പത്മകുമാറിനെ പുറത്താക്കി വലിയൊരു റിസ്ക് എടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും.